ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചമുന്തിരിയും പാലും ഉണ്ടെങ്കിൽ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കിഡിലെ നൈറ്റാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 2 കപ്പ് പച്ചമുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അരമണിക്കൂറെങ്കിലും, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കുക. എന്നിട്ട് നല്ല പോലെ 2-3 തവണ കഴുകിയെടുത്ത പച്ചമുന്തിരിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തൊലിയോട് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസൊക്കെ അങ്ങനെ കഴുകിയെടുക്കുമ്പോഴാണ് ഒരുവിധം അതിൻ്റെ പുറത്തുള്ള ഒരു വിഷാംശമൊക്കെ ഒന്ന് പോയി കിട്ടുക കേട്ടോ. അപ്പം അങ്ങനെ എടുത്ത പച്ചമുന്തിരിയാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചതാണ്. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിന് വേണ്ടിയിട്ട് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തത് തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. നിങ്ങൾ പച്ചപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ പച്ചപ്പാൽ എടുക്കാം. ഞാൻ എപ്പോഴും തിളപ്പിച്ചാറിയ തണുപ്പിച്ച പാലാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ടിത് അരിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പച്ചമുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ പച്ചമുന്തിരി കൊണ്ട് ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്